ഓം നമഃ ശിവായ. മാണിക്യവാചകരുടെ തിരുവാചകത്തിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പ് മാണിക്യവാചകരുടെ ജീവിതത്തെ ആധികാരികമായി അടയാളപ്പെടുത്തിയ ഒരു പ്രാചീന ഗ്രന്ഥത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. തിരുവിളയാടൽ എന്നാണ് ആ കൃതിയുടെ പേര്. തിരുവിളയാടലിൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ സുന്ദരേശ ഭഗവാനെ കുറിച്ചിട്ടാണ് അവിടെ ചിത്രീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 64 ലീലകളെ കുറിച്ചിട്ട് അതിൽ വിശദീകരിക്കുന്നു. അതിൽ അവസാനത്തെ ലീലയായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു ദീർഘ ജീവചരിത്ര കഥയാണ് മാണിക്യവാചകരുടേതായി ആധികാരികമായി തിരുവിളയാടലിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഭഗവാൻ ശിവൻ എന്നുള്ളത് സാക്ഷാൽ ബ്രഹ്മസ്വരൂപനാണ്. ലോകങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നവനാണ് അദ്ദേഹം. ലോകങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് നിലനിർത്തി സംഹരിക്കുന്ന സാക്ഷാൽ ശിവഭഗവാന്റെ ആ ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ചിട്ടാണ് തിരുവിളയാടലിൽ ചിത്രീകരിക്കുന്നത്. അതിലെ 64 ലീലകളിൽ അവസാനത്തെ ചില ലീലകളായിട്ടാണ് ഇവിടെ മാണിക്യവാചകരുടെ കഥ വിവരിക്കുന്നത്. അതിൽ നമുക്ക് കഥയുടെ പൂർണ്ണ രൂപത്തിലേക്ക് തൽക്കാലം കിടക്കണ്ട. അതിലെ ആദ്യ ഭാഗത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രം നമുക്ക് നോക്കാം. അതായത് തിരുവാചകം ആരംഭിക്കുന്നത് നമഃശിവായ വാഴുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമഃശിവായ വാഴുക, നാഥൻ്റെ പാദം വാഴുക എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആ നമഃശിവായ എന്നുള്ള ജ്ഞാനദീക്ഷ വാദപുരേശന് എങ്ങനെ കിട്ടിയെന്ന് തിരുവിളയാടലിൽ വ്യക്തമാക്കുന്നുണ്ട്. അഗസ്ത്യൻ പറഞ്ഞതായിട്ടാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. അഗസ്ത്യൻ പറയുകയാണ്, മുനിമാരോട് പറയുകയാണ്, അല്ലയോ മുനിമാരെ, ഞാനിനി വാദപുരേശൻ്റെ ജ്ഞാനദീക്ഷ ചെയ്ത ലീലയെ പറഞ്ഞു തരാം. പണ്ട് വാദപുരത്തിൽ വസിക്കുന്ന ഒരു ബ്രാഹ്മണന് വാദപുരേശൻ എന്നൊരു മകനുണ്ടായി. അവർ വേദങ്ങൾ 4 വിധി പോലെ അഭ്യസിക്കുകയും വേദാർത്ഥങ്ങൾ നല്ലതുപോലെ അറിയുകയും ചെയ്തു. സ്മൃതികൾ, പുരാണങ്ങൾ, ധനുർവേദം, ആയുർവേദം, ലിപികൾ, മൗനഭാഷ, രാജനീതി, മൃഗശാസ്ത്രം തുടങ്ങിയ സർവവും അവൻ 16 വയസ്സിനുള്ളിൽ തന്നെ അഭ്യസിച്ചു. വാദപുരേശനെ കണ്ട് സന്തുഷ്ടനായ അരിമർദ്ദനൻ തൻ്റെ മന്ത്രിയായി ഈ വാദപുരേശനെ നിയമിക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. സർവകാര്യങ്ങളിലുമുള്ള അവൻ്റെ സാമർഥ്യം കണ്ട് ആവശ്യമുള്ളിടത്തോളം ധനധാന്യങ്ങൾ അവന് ദാനം ചെയ്തു. വാദപുരേശനോടും മറ്റ് മന്ത്രിമാരോടും കൂടി നൃപൻ ഭൂമിയെ യഥാവിധി പരിപാലിച്ചു പോന്നു. പാപഭീരുവായ വാദപുരേശൻ പൂർവികർ ആചരിച്ചു വന്ന മാർഗത്തെ വെടിയാതെ ജീവിക്കുകയും ബ്രാഹ്മണാദികൾക്ക് വിത്തശാഠ്യം കൂടാതെ ധനം ദാനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ഭക്തവത്സലനായ സുന്ദരേശനും നിരവധി ഉപചാരങ്ങൾ സമർപ്പിച്ചു. മന്ത്രസാമർഥ്യം കൊണ്ട് അദ്ദേഹം നൃപതിയുടെ ധനവും അന്തമല്ലാത്ത വിധത്തിൽ വർദ്ധിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അശ്വപാലകന്മാർ നൃപനെ സമീപിച്ച് ഇപ്രകാരം ഉണർത്തിച്ചു: മഹാപ്രഭു, അവിടുന്ന് അശ്വങ്ങളുടെ സ്ഥിതിയെക്കുറിച്ചറിഞ്ഞാലും അശ്വങ്ങൾ ചിലതൊക്കെ ചത്തുപോയി, ചിലതൊക്കെ രോഗം ബാധിച്ച് കഴിയുന്നു. ഉത്തമാശ്വങ്ങളൊക്കെ വൃദ്ധരായി തീർന്നിരിക്കുന്നു. പരരാജ്യത്തെ ഇച്ഛിക്കുന്ന നൃപന്മാർക്ക് ശ്രേഷ്ഠാശ്വങ്ങൾ വളരെ സഹായകമാണ്. അതുകൊണ്ട് അന്യദേശത്തു നിന്നും അവയെ നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കേണ്ടിയിരിക്കുന്നു. ഇത് കേട്ട് നൃപൻ വാദപുരേശനെ വരുത്തി പറഞ്ഞു: മന്ത്രിശ്രേഷ്ഠ, ഭവാൻ എൻ്റെ നേത്രമാകുന്നു.
അതുകൊണ്ട് ഞാൻ രാജ്യകാര്യങ്ങൾ ഭവാനിലൂടെയാണ് നോക്കിക്കാണുന്നത്. കുതിരകളെല്ലാം നാൾക്ക് നാൾ ചത്തുപോകുകയാണെന്ന് അശ്വപാലകന്മാർ വന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ഭവാൻ ഖജനാവിൽ നിന്ന് ആവശ്യമുള്ള പണമെടുത്ത് ഉത്തമാശങ്ങളെ വാങ്ങിക്കുക. ഇത് കേട്ട് വാദപുരേശനായ മാണിക്യവാചകർ അങ്ങനെ തന്നെയെന്ന് സമ്മതിച്ചു. അദ്ദേഹം ഖജനാവിൽ നിന്ന് ആവശ്യമുള്ള ധനമെടുത്ത് ഗൃഹത്തിലേക്ക് പോയി. പണമെല്ലാം പെട്ടിയിലിട്ട് പൂട്ടി ഭടന്മാരെ കാവൽ നിർത്തി. ആ സമയത്ത് അദ്ദേഹം സുന്ദരേശ്വര പ്രീതിക്ക് വേണ്ടിയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ സമയം ഇതാണല്ലോ എന്ന് ഓർത്തു. അദ്ദേഹം ഉടനെ തന്നെ ഹേമപത്മിനിയിൽ സ്നാനം ചെയ്ത് നിത്യകർമ്മങ്ങൾ ചെയ്യുകയും ഭസ്മരുദ്രാക്ഷാദികൾ ധരിക്കുകയും ചെയ്തു. പിന്നെ തീർത്ഥതീരത്തുള്ള ഗണേശനെ ഗന്ധാദികൾ കൊണ്ട് പൂജിച്ചു. നാളികേരാദി നൈവേദ്യങ്ങൾ സമർപ്പിച്ചു. അതിനുശേഷം ഷൺമുഖനെ പൂജിച്ചു. എന്നിട്ട് പ്രാർത്ഥിക്കുകയും ഷൺമുഖ മന്ത്രം ജപിക്കുകയും ചെയ്തു. പിന്നെ മീനാക്ഷി ദേവിയെ ദർശിച്ച് ഭൂമിയിൽ വീണ് പ്രാർത്ഥിച്ച്, ദേവി, ഞാൻ സർവധനവും കൊണ്ട് ദേവീധർമ്മത്തെ ചെയ്യുന്നു. ധനം വ്യർത്ഥമാക്കി കളയുവാൻ എനിക്ക് ആഗ്രഹമില്ല. അവിടുന്ന് എൻ്റെ കാര്യം സാധിപ്പിച്ച് എന്നെയും നൃപനെയും കാത്തു രക്ഷിക്കണം എന്ന് മീനാക്ഷി ദേവിയോട് പ്രാർത്ഥിച്ചു. പിന്നെ അദ്ദേഹം സുന്ദരേശനെ പൂജിച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ലോകത്തിൻ്റെ സ്ഥിതി സംഹാരകാരനായ ശംഭോ, എൻ്റെ അധീനതയുള്ള നൃപധനം കൊണ്ട് ഞാൻ നിന്നെയും നിൻ്റെ ഭക്തന്മാരെയും പൂജിക്കുന്നു. അവിടുന്ന് രാജ്യകാര്യത്തെ ചെയ്ത് എന്നെ രക്ഷിക്കണമേ. അവിടുന്നല്ലാതെ എനിക്ക് മറ്റൊരാശ്രമയമില്ല. എൻ്റെ ആഗമനം സഫലമായി തരയണമേ. അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ച് മടങ്ങിപ്പോരുവാൻ നിന്നപ്പോൾ ഒരു വിപ്രൻ ഭസ്മം വാങ്ങിക്കൊള്ളുവാൻ പറഞ്ഞു. ഈ നിമിത്തം കണ്ട് അതിയായി സന്തോഷിച്ച് വാദപുരേശ്വരൻ ആ ഭസ്മം വാങ്ങി. പിന്നെ അദ്ദേഹം കിങ്കരന്മാരെ കൊണ്ട് പണമെടുപ്പിച്ച് കിഴക്കേ കടൽക്കരയിലേക്ക് യാത്രയായി. മാർഗമധ്യേ മഹാതീർത്ഥമെന്നൊരു ശിവസ്ഥാനത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്തത്തിൽ ആനന്ദം വർദ്ധിച്ചു വന്നു. അദ്ദേഹം ഇപ്രകാരം ചിന്തിച്ചു: ഞാൻ നിരവധി ശിവസ്ഥാനങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതേപോലെ ചിത്തപങ്കജത്തെ ദ്രവിപ്പിക്കുന്ന തരത്തിലൊരു സ്ഥാനം വേറെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടം വിട്ടുപോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ശിവാജ്ഞയനുസരിച്ച് ഞാൻ ഇവിടെ തന്നെ വസിക്കാൻ പോവുകയാണ്. പിന്നെ അദ്ദേഹം കിങ്കരന്മാരോട് പറഞ്ഞു: ഉത്തമാശങ്ങൾ ആഷാഢമാസത്തിൽ ഇവിടെ വരും. അപ്പോൾ അവയെ വാങ്ങിക്കാം. അവയെ വാങ്ങി ഞാൻ ശ്രാവണ മാസത്തിൽ മധുരാപുരിയിലെത്തിക്കൊള്ളാം. ഇക്കാര്യം നിങ്ങൾ നൃപനെ അറിയിക്കുക. ഇത് കേട്ട് കിങ്കരന്മാർ മധുരയിലേക്ക് മടങ്ങിപ്പോയി. അനന്തരം വാദപുരേശൻ സമീപത്തുള്ള തടാകത്തിലിറങ്ങി ഭക്തിയോടുകൂടി സ്നാനം ചെയ്തു. പിന്നെ അവിടെ വസിക്കുന്ന ജനവന്നാഥനെ ദർശിക്കുവാൻ പ്രാസാദത്തിലേക്ക് ചെന്നു. ആ സമയത്ത് അദ്ദേഹം സുന്ദരേശൻ തന്നെ ഗുരുമൂർത്തിയായി ജനവന്നാഥനായി ശിഷ്യന്മാരെ വേദം പഠിപ്പിച്ചിരിക്കുന്നത് കണ്ടു. ഇത് കണ്ട് വാദപുരേശൻ അദ്ദേഹം സുന്ദരേശൻ തന്നെയാണെന്ന് ഉറപ്പിച്ച് ഭക്തിയോടുകൂടി കുമ്പിട്ടു. അപ്പോൾ ഗുരുമൂർത്തി അദ്ദേഹത്തെ കാരുണ്യപൂർണ്ണ ദൃഷ്ടി കൊണ്ട് അനുഗ്രഹിച്ച് വരുവാൻ പറഞ്ഞു. ഇത് കേട്ട് വാദപുരേശൻ വിനയത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് നിന്നു. വാദപുരേശൻ്റെ ആചാരങ്ങൾ കണ്ട് സന്തുഷ്ടനായ ഗുരുമൂർത്തി അദ്ദേഹത്തിന് പഞ്ചാക്ഷര മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ആ മന്ത്രത്തിൻ്റെ മഹാത്മ്യം കൊണ്ട് വാദപുരേശന് മനസ്സിൽ സുജ്ഞാനവും വാക്കിൽ കവിതയും ഉണ്ടായി വന്നു. വേദം പഠിക്കുന്ന ശിഷ്യന്മാരെ കണ്ട് വാദപുരേശൻ അവിടെ തന്നെ കഴിഞ്ഞു. വത്സ, നീ ഇവിടെ തന്നെ വസിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഗുരുമൂർത്തി ശിഷ്യന്മാരോടുകൂടി മറഞ്ഞു. ഗുരുമൂർത്തിയെ കാണാതായപ്പോൾ വാദപുരേശന് അതിയായ ദുഃഖമുണ്ടായി. അദ്ദേഹം ഭഗവാനെ
ശ്രീവാചകങ്ങൾ കൊണ്ട് സ്തുതിക്കുവാൻ തുടങ്ങി. എന്നെങ്കിലും ഗുരുമൂർത്തിയെ കാണാൻ കഴിയുമെന്ന് കരുതി അദ്ദേഹം അവിടെ തന്നെ വസിക്കുവാൻ തുടങ്ങി. അദ്ദേഹം ഊണും ഉറക്കവും കൈവെടിഞ്ഞ് ഭ്രാന്തനെ പോലെ ശ്രീവാചകങ്ങൾ ചൊല്ലി നടക്കുവാൻ തുടങ്ങി. അപ്പോൾ ജനങ്ങൾ ശിവശിവ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുറകെ കൂടി. ഇത് കണ്ട് സന്തുഷ്ടനായ വാദപുരേശൻ അവർക്ക് ബഹുധനം ദാനം ചെയ്തു. സുന്ദരേശനും ബഹുധനം അർപ്പിച്ചു. അതേപോലെ തന്നെ സുന്ദരേശൻ്റെ അനുഗ്രഹവും കിട്ടി. സുന്ദരേശൻ അദ്ദേഹത്തെ മാണിക്യവാചകർ എന്ന് സംബോധന ചെയ്തു. നൃപൻ നൽകിയ ധനമെല്ലാം ഏതാനും നാൾ കൊണ്ട് തന്നെ തീർത്തു. പിന്നെയും അദ്ദേഹം നിശങ്കനായി അവിടെ തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് വാദപുരേശൻ്റെ ജ്ഞാനദീക്ഷയെക്കുറിച്ചിട്ട് തിരുവിളയാടൽ എന്ന കൃതിയിൽ പറയുന്നത്. ഈ കഥ തുടരുന്നുണ്ട്. നമുക്കത് ഓരോ സന്ദർഭത്തിലായിട്ട് ബാക്കി കഥകളൂടെ പഠിക്കാം. അപ്പോൾ തിരുവാചകം തുടങ്ങുന്നത് നമഃശിവായ വാഴുക എന്നാണ്. അങ്ങനെ തുടങ്ങാനുള്ള കാരണമാണ് ഇവിടെ ഈ കഥയിൽ വ്യക്തമാക്കുന്നത്. അതായത് സുന്ദരേശനിൽ നിന്ന് ഭഗവാൻ സുന്ദരേശനിൽ നിന്ന് ജ്ഞാനദീക്ഷ വാദപുരേശന് കിട്ടുന്നു. ഈ ജ്ഞാനദീക്ഷ കിട്ടിയതിന് ശേഷമാണ് മന്ത്രസാധനയിലൂടെ അദ്ദേഹം കവിയായി തീർന്നത്. ജ്ഞാനദീക്ഷ എന്നാണ് ഇതിനെപ്പറ്റി തിരുവിളയാട് കർത്താവ് വിവരിക്കുന്നത്. ഈ ജ്ഞാനദീക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പഞ്ചാക്ഷര മന്ത്ര നൽകിയ ആ ശക്തി നിപാതത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മാണിക്യവാചകർ നമഃശിവായ വാഴുക, നാഥൻ താൻ വാഴുക എന്ന് ആദ്യത്തെ 2 വരി കുറിച്ചിട്ടത്. അപ്പോൾ ഈ തിരുവാചകം തുടങ്ങുന്നത് തനിക്ക് ലഭിച്ച മന്ത്രദീക്ഷയിലെ മന്ത്രം കൊണ്ടാണ് ആരംഭിക്കുന്നത്. നമഃശിവായ വാഴുക, നമഃശിവായ എൻ്റെ പ്രാണനായി മാറിയിരിക്കുന്നു, എൻ്റെ ഹൃദയമായി മാറിയിരിക്കുന്നു എന്നാണ് മാണിക്യവാചകർ ഇവിടെ സൂചിപ്പിക്കുന്നത്. നാഥൻ വാഴുക, നാഥൻ്റെ പാദം വാഴുക, നാഥൻ്റെ പാദം എൻ്റെ ഹൃദയത്തിൽ തന്നെ എപ്പോഴും നിറഞ്ഞ് വിലസട്ടെ. അപ്പോൾ ഇങ്ങനെ 2 വരികൾ കുറിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആജ്ഞ കൊടുത്തത് സാക്ഷാൽ സുന്ദരേശ ഭഗവാനാണ്. സുന്ദരേശ ഭഗവാൻ നൽകിയ ജ്ഞാനദീക്ഷ കൊണ്ടാണ് അദ്ദേഹം കവിയായി മാറിയത് എന്ന് തിരുവിളയാടൽ പറയുന്നു. പിന്നീട് അദ്ദേഹം ശ്രീവാചകം ചൊല്ലി ചൊല്ലി ഭ്രാന്തനെ പോലെ അവിടെ നടന്നു എന്നാണ് പറയുന്നത്. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകാലം അത്രയും ശ്രീവാചകം ചൊല്ലാൻ, ശിവസ്തുതികൾ ചൊല്ലാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. ഈ ശിവസ്തുതികളുടെ സമാഹാരമാണ് തിരുവാചകം എന്നോർക്കുക. അപ്പോൾ അദ്ദേഹം ശ്രീവാചകം ചൊല്ലി ചൊല്ലി ഭ്രാന്തനെ പോലെ അലഞ്ഞു നടന്ന് കവിത ചൊല്ലിക്കൊണ്ട് നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട എല്ലാ കവിതകളും പിന്നീട് സുന്ദരേശ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തന്നെ അദ്ദേഹം തന്നെ എഴുതിയെടുത്ത് ചിദംബരത്തിൽ സമർപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. ആ കഥ നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ശിവസ്തുതിപരമായ ആദ്യത്തെ 2 വാചകങ്ങൾ സാക്ഷാ സുന്ദരേശ ഭഗവാനിൽ നിന്ന് കിട്ടിയ ജ്ഞാനദീക്ഷയെ സൂചിപ്പിക്കുന്നു. ജ്ഞാനദീക്ഷയിലൂടെ വാദപുരേശന് കിട്ടിയത് സാക്ഷാൽ ശിവപദം തന്നെയാണ്. അങ്ങനെ ശിവപദത്തെ നിരന്തരം ശ്രീവാചകമായി ചൊല്ലി നടക്കുന്ന ഭ്രാന്തനെ പോലെ അലയുന്ന മാണിക്യവാചകരെയാണ് നാം പിന്നീട് കാണുന്നത്.
അപ്പോൾ ശിവഭക്തിയുടെ ഉത്തുംഗമായ തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം തിരുവാചകത്തിലെ പല പദ്യങ്ങളും രചിക്കുന്നത്. ഓർക്കുക, ശിവപാദങ്ങളുടെ സാക്ഷാത്കാരമാണ് തിരുവാചകത്തിൽ നാം കാണുന്നത്. അപ്പോൾ തിരുവാചകം കേൾക്കുന്നതിലൂടെ, തിരുവാചകം പഠിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ശിവപാദങ്ങളാണ് വന്ന് പതിക്കുന്നത്. ആ ശിവപാദങ്ങൾ ഒരിക്കലും മായാതെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതമാകുകയാണ് തിരുവാചകത്തിലൂടെ നമുക്ക് അനുഭവപ്പെടുന്ന അനുഭൂതിരസം. ശിവാനുഭൂതിയാണിത്. തിരുവാചകം പഠിക്കുമ്പോൾ നാം സത്യത്തിൽ ശിവാനുഭൂതിയിൽ മുങ്ങിക്കുളിക്കുകയാണ്. ശിവാനുഭൂതിയുടെ, ശിവവിഭൂതിയുടെ, ശിവജ്ഞാന ദർശനത്തിൻ്റെ ഒരു മഴയാണ് നമ്മുടെ ഹൃദയത്തിൽ പെയ്തു വീഴുന്നത്. അപ്പോൾ ഇത്രയും ശ്രേഷ്ഠമായ തിരുവാചകം നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. അപ്പോൾ തിരുവാചകം പഠിക്കുമ്പോൾ നാം തിരുവിളയാടലിലെ വാദപുരേശൻ്റെ ജീവിതകഥ കൂടി പഠിക്കണം. കാരണം ഈ ജീവിതകഥ പലയിടത്തും തിരുവാചകത്തിൽ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സുന്ദരേശ ഭഗവാനുമായി വ്യക്തിപരമായ ബന്ധം പുലർത്തിയ ഒരു മഹാകവിയാണ് മാണിക്യവാചകർ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ മാണിക്യവാചകരുടെ തിരുവാചകത്തിലുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ, അതിൻ്റെ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ നാം മാണിക്യവാചകരുടെ ജീവിതകഥ മനസ്സിലാക്കണം. ആ ജീവിതകഥയെ ആധികാരികമായി വെളിപ്പെടുത്തുന്ന ഒരു കൃതിയാണ് തിരുവിളയാടൽ എന്ന പ്രാചീന തമിഴ് കൃതി. ഈ കൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് തിരുവാചകത്തെ പഠനത്തിന് വിധേയമാക്കാൻ കഴിയും. അപ്പോൾ ഇനി മുതൽ തിരുവിളയാടലിലെ വാദപുരേശൻ്റെ ജീവിതകഥയും അതേപോലെ മാണിക്യവാചകരുടെ തിരുവാചകവും ഇടയ്ക്കിടയ്ക്ക് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് മാണിക്യവാചകരുടെ തിരുവാചകത്തിലേക്ക് കിടക്കാം. അത് അടുത്ത ദിവസം. ഓം ശിവായ നമഃ.